ഡെലിവറി ബോയിയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. സഖിയുമാണ് പിടിയിലായത്. മെഡിക്കൽ കോളേജിന് സമീപത്ത് നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വി അരുൺ, ഇത് എന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്? ഈ ഡെലിവറി ബോയിയെ എന്നാണ് ആക്രമിച്ചത്? അതിന്റെ കാരണം എന്തായിരുന്നു? ടോം, ഇന്നലെ രാവിലെ 11:00 അമ്പലമുക്കിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് സംഭവം. സൊമാറ്റോ ഡെലിവറി ബോയ് ആണ് ഈ ആക്രമണത്തിന് ഇരയായത്. ഇദ്ദേഹം ഭക്ഷണം വിതരണം ചെയ്ത ശേഷം ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. അതിൻ്റെ പൈസ ചോദിച്ചു, പക്ഷേ ഏതാണ്ട് അരമണിക്കൂർ എന്നിട്ട് പൈസ നൽകിയില്ല. അങ്ങനെയുള്ള തർക്കമാണ്. തർക്കത്തിനൊടുവിൽ ഈ പ്രതി ഇയാളെ തലയിൽ അയൺ ബോക്സ് കൊണ്ട് കുത്തുകയായിരുന്നു. 8 or 9 തുന്നിക്കെട്ട് ഇയാളുടെ സ്റ്റിച്ച് ഇയാളുടെ തലയ്ക്ക് വേണ്ടി വന്നു. പിന്നീട് ഇയാൾ ഈ ഡെലിവറി ബോയ് ചികിത്സയ്ക്ക് ശേഷമാണ് പോലീസിൽ പരാതിയുമായി എത്തിയത്. പേരുക്കട ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം പേരുക്കട പോലീസിൽ പരാതിയുമായത്. കാരണം അമ്പലമുക്ക് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വന്ന സംഭവമാണ്. ഇതോടുകൂടി ഈ പ്രതി ഇതിനകം രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ പോലീസ് ഇയാളുടെ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കസ്റ്റഡി എടുക്കുകയായിരുന്നു. ഇയാളെ മർദ്ദിച്ച ശേഷം പ്രതി ഡെലിവറി ബോയ് മർദ്ദിച്ചു എന്ന പരാതി ഉണ്ടാക്കാനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ ഇയാൾക്ക് ആ ഘട്ടത്തിൽ പരിക്കൊന്നുമില്ലായിരുന്നു. അങ്ങനെ പോലീസ് ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണ്. ചായ് മക്കാനി എന്ന ഒരു ഭക്ഷണ വിതരണ ഒരു സ്ഥാപനമുണ്ട്. അതിൻ്റെ ഒരു ശൃംഖലയുണ്ട്. അതിൻ്റെ പാർട്ട്ണർമാരൊരാളാണ് ഈ പ്രതി എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്ക് നേരത്തെയും പല പരാതികളും വന്നിരുന്നു. പല ആളുകൾക്ക് ശല്യമുണ്ടാക്കുന്ന അടക്കമുള്ള പല പരാതികളും ഇയാൾക്കെതിരെ വന്നിരുന്നു. അതൊന്നും പക്ഷേ ഒരു പരാതി അങ്ങനെ ഒരു റിട്ടേൺ കംപ്ലൈൻ്റ് ആയില്ല. പക്ഷേ ഇന്നലെ ഇയാൾക്ക് ഇത്തരം ഒരു പരാതി ലഭിക്കും. അതിക്രൂരമായ ഒരു ഡെലിവറി ബോയ്, അത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ പണം നൽകാൻ വൈകി ചോദ്യം ചെയ്തതിന് അതിക്രൂരമായി ഈ അയൺ ബോക്സ് കൊണ്ട് തലയ്ക്ക് അടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഈ ഡെലിവറി ബോയ് ഇയാളുടെ വീട്ടിൽ നിന്ന് പണം കട്ടെടുത്തു. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ തർക്കമുണ്ടായെന്ന് ഒരു നിലപാട് ഇയാൾ സ്വീകരിച്ചു. പക്ഷേ അത് വ്യാജമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ഇയാൾ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ അത് കള്ള പരാതിയാണ്. ഈ ഡെലിവറി ബോയെ കൊടുക്കാനായി ഇയാൾ ഉണ്ടാക്കിയ ഒരു കഥയാണ് അതെന്ന് പോലീസ് തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെയാണ് ഇയാളുടെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. വധശ്രമത്തിനടക്കം കേസെടുത്തിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഇയാൾ സ്ഥിരം പ്രശ്നക്കാരാണ്. നേരത്തെയും പല പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളുടെയും പരാതി ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിന് കേസെടുക്കാൻ തക്ക ഒരു പരാതി ഇപ്പോഴാണ് ഇയാൾക്കെതിരെ ലഭിക്കുന്നത്. മാത്രമല്ല കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇയാളുടെ സ്ഥാപനത്തിൻ്റെ ഉടമകൾ ഈ ഡെലിവറി ബോയും അയാളുടെ സുഹൃത്തുക്കളെയും ഒക്കെ സമീപിച്ച് കേസ് ഒത്തുതീർപ്പാക്കാം എന്ന് പറഞ്ഞ് സമീപിച്ചിട്ടുണ്ട്. അതായത് 1 ലക്ഷം രൂപ നൽകാം, ഈ കേസ് ഒത്തുതീർപ്പാക്കാമെന്ന നിലപാടുമായി ഇയാളുടെ സുഹൃത്തുക്കളും ഇയാളുമൊക്കെ ഈ അടികൊണ്ട ആളെ ഡെലിവറി ബോയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ്. നല്ലൊരു സ്ഥിരം പ്രശ്നക്കാരനാണ് ഈ സഹീം. ഇയാൾ നിസ്സാര കാര്യത്തിനാണ് ഈ ഡെലിവറി ബോയ്, സാധുവായിട്ടുള്ളൊരു ഡെലിവറി ബോയെ ക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിന് ശേഷം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷെ അതിനിടെ ഈ കേസ് പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.